ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ ചീത്തയായി പോയ ബൾബൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്ന് നമുക്കൊരു അടിപൊളി ഡെക്കോർ ചെയ്യാം. ഡെക്കോർ ചെയ്യാനായിട്ട് ചീത്തയാവാത്ത ബൾബൊന്നും എടുക്കരുതാരും. അതിനുശേഷം ഇതിന് രണ്ടിനും സെപ്പറേറ്റ് ആക്കണം. ഇനി അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ക്യാപ്പ് സെറ്റ് ചെയ്തേക്കണം. ഞാനൊരല്പം ഹൈറ്റ് തോന്നിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഞാൻ അതിൻ്റെ താഴ്ഭാഗത്ത് ഫുൾ വൈറ്റ് കളർ അടിച്ചെടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. കുറച്ച് നേരം ഒന്ന് അത് ഉണങ്ങിക്കോട്ടെ. അത് ഉണങ്ങുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിന് കളർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ഫുൾ റെഡ് കളർ അടിച്ചെടുക്കണം. ഇത് വേഗം ഉണങ്ങും കേട്ടോ. നമ്മൾ കുറച്ച് നേരം മാറ്റി വെച്ചില്ലെങ്കിൽ കൂടിയും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഫുൾ റെഡ് അടിച്ച് ചെറുതായിട്ടൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ അതിൻ്റെ പുറത്തോട്ട് ഇതുപോലെ വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനൊരു മഷ്റൂം സെറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഈ ബൾബ് എടുത്തത്. അപ്പോൾ ഫുൾ വൈറ്റ് കളറുള്ള ഡോട്ടൊക്കെ ഇട്ട ശേഷം ഇതുപോലെ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ എടുത്ത് അതിൻ്റെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഗ്ലൂ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. എനിക്കിതാണ് കുറച്ചുകൂടെ സൗകര്യം. അതുകൊണ്ട് ഞാൻ ടാപ്പ് എടുത്ത് ഒട്ടിച്ച ശേഷം അതിൻ്റെ പുറത്തോട്ട് ഇതോടെ വെച്ചപ്പോഴത്തേക്കും സംഭവം സെറ്റായി. ഞാൻ വിചാരിച്ചതും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സ്. അപ്പോൾ ബൈ.